ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഡെസേർട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് സാഗോ സീഡ്, അതായത് സാബൂൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കാനാണ്. ഇനി ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന സാബൂനരി ഉണ്ടല്ലോ, അതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കിയതിന് ശേഷം സാബൂനരി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സാബൂനരി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ട്രാൻസ്പാരൻറ്റ് പോലെ ആയിട്ട് വരും. അതാണ് അപ്പോൾ അതിൻ്റെ ഒരു പാകം, വെന്തു എന്നുള്ളതിൻ്റെ ഒരു പാകം അതാണ്. അപ്പോൾ സാബൂനരി ഒന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് മാങ്ങ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ അടുത്തുള്ള മാങ്ങയാണെങ്കിൽ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാനിതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം, തൊലിയില്ലാതെ എടുത്താൽ മതി. ഇനി കുക്കിംഗ് ഒന്നുമില്ല, ഇനി ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സിങ് മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയും സിമ്പിളാണ് നമ്മൾ ഈ ഡെസേർട്ടെന്ന്. അപ്പോൾ നമ്മുടെ അരക്കപ്പ് സാബൂനരി വേവിച്ചപ്പോൾ ഏതാണ്ട് 1 കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വെന്ത് വന്നപ്പോൾ. പിന്നെ ഒരു മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ചെറിയ പീസായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് മാംഗോയുടെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് പീസായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ പൾപ്പിനായിട്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് മാത്രമാണ് നമ്മൾ ഈ ഡെസേർട്ടിന് ആവശ്യമുള്ളൂ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നല്ല പഴുത്ത മാങ്ങയുടെ ഒട്ടും വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ള പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ മാംഗോ പൾപ്പിലോട്ട് അരക്കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണ് വെച്ച് എല്ലാം കമ്പൈൻ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് സാഗോ സീഡ് സാബൂനരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മാംഗോ സാഗോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടുകാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ മാങ്ങ ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.